ഇന്ന് യേശുവിനോട് യഹൂദരൊരു ക്ലാസിക്കൽ ചോദ്യം ചോദിക്കും. ചോദ്യം ഇതാണ്: നീ ആരാ? നീ ആരാ? അവർക്കൊത്തിരി സംശയമായി. കാര്യം, അവൻ്റെ പ്രവൃത്തികളും വാക്കുകളും ചിന്തകളും ഒക്കെ വ്യത്യസ്തമാണ്. അതിനിടയിൽ ഇവിടെ എല്ലാവരുടെ ഉള്ളിലും ഒരു വ്യത്യസ്തമായ ഒരു ചിന്തയുണ്ടെന്ന് അറിഞ്ഞിരിക്കുമ്പോൾ യേശു ഇന്ന് ഒരു ഡിസ്റ്റിങ്ഷൻ നടത്തുകയാണ്. നിങ്ങളൊക്കെ താഴ്ന്നു വന്നവരാണ്, ഞാൻ മുകളിൽ നിന്ന് വന്നവരാണ്. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴിയിലേക്ക് വരാൻ നിങ്ങൾ കഴിയുകയില്ല. ഇങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ യേശു നടത്തിയിട്ട് ഇത് പറയുമ്പോൾ അവർക്ക് വീണ്ടും ഡൗട്ടായി. അതുകൊണ്ട് അവർ ചോദിച്ചു, നീ ആരാ? യേശു പറഞ്ഞ ഉത്തരം പഴയ നിയമത്തിലെ കോട്ടിംഗ് ആണ്. മോശ ദൈവത്തോട് ചോദിക്കുമല്ലോ, ഫറവോയോട് ഞാൻ പോകുമ്പോൾ ആരാണ് എന്നെ അയച്ചതെന്ന് പറയണം. ആരാ? നീ ആരാ? അപ്പോൾ ദൈവം പറയും, ഞാൻ തന്നെയാണ്. ഐ ആം ഹു ഐ ആം. ഞാൻ തന്നെയാണ് എന്ന ഉത്തരത്തിൽ ദൈവത്തിൻ്റെ പേര് വെളിപ്പെട്ട് കിട്ടിയത് അവിടെ വെച്ചാണ്. അതേ കണക്കാണ് ഇന്നിവിടെ ഒരു ചോദ്യം: നീ ആരാണ്? ആ പഴയ നിയമത്തിലെ അതേ ചൈതന്യത്തിൽ മനുഷ്യപുത്രൻ പറഞ്ഞു, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. അതുതന്നെയാണ്. ആരംഭത്തിൽ എന്ത് പറഞ്ഞിരുന്നോ അതുതന്നെയാണ് ഞാൻ. ആരംഭത്തിൽ എന്താ പറഞ്ഞത്? ആ ദൈവത്തെ അന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. അതല്ലേ പിന്നീട് നമ്മൾ കണ്ടത്. ഇസ്രായേൽ ജനത്തെ വിമോചനത്തിന് വേണ്ടി ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്നപ്പോൾ അവർ പിറുപിറുത്തു, ആ ദൈവത്തിനെതിരെ സംസാരിച്ചു. ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ, വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നിരിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തിനെതിരെ അവർ പിറുപിറുത്തുകൊണ്ടേയിരുന്നു. അതേ കണക്ക് തന്നെയാണ് ക്രിസ്തുവിൻ്റെ കാര്യത്തിലും. പുതിയ നിയമത്തിലും വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല. കുറച്ചുകൂടി കാര്യങ്ങൾ വേഴ്സായിട്ടേ ഉള്ളൂ. അവൻ ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവനെ തന്നെ വെളിപ്പെടുത്തുകയാണ്. എന്നിട്ടും അവർ തിരിച്ചറിഞ്ഞില്ല. അവനെതിരെ പിറുപിറുക്കുക മാത്രമല്ല, അവനെതിരെ കുറ്റാരോപണം നടത്തി, അവനെ കൊന്നുകളഞ്ഞു. അതാണ് പുതിയ നിയമം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കണം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ കാലഘട്ടത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് വെളിപ്പെടുത്തിയ ദൈവത്തെ മനസ്സിലാക്കാൻ ഇപ്പോഴും മനുഷ്യർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മനുഷ്യർ പിറുപിറുക്കുകയും കുറ്റമാരോപിക്കുകയും കൊന്നുകളയുകയും ചെയ്തു കളഞ്ഞത്. ഒരുപക്ഷെ മനസ്സിലാക്കപ്പെടാതെ പോയ ഒരു ദൈവത്തിൻ്റെ മുഖം ബൈബിളിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തിലും നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം ഇത് തന്നെയായിരിക്കണം. അവൻ ആരാണെന്ന് ഈ ഭൂമിക്ക് വെളിപ്പെടുത്തിയിട്ടും മനുഷ്യർക്ക് അവൻ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. നമ്മൾ ഓരോരുത്തരും ഈ തപസ്സുകാലത്ത് ധ്യാനിക്കേണ്ടതാണ്: എൻ്റെ മുമ്പിൽ എൻ്റെ ദൈവത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ ഒരു കരുതൽ, ദൈവത്തിൻ്റെ ഒരു ചൈതന്യം നമ്മുടെ പിന്നാലെ നിഴൽ പോലെ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഈ പിന്നാലെ നടക്കുന്നു എന്ന പേരിൽ, ക്രിസ്ത്യാനി എന്ന പേരിൽ എന്താണ് അർത്ഥമുള്ളത്? തപസ്സുകാലം നമുക്ക് കുറച്ചും കൂടി ദൈവത്തെ മനസ്സിലാക്കാനുള്ള സമയമാണ്. അവൻ ആരെന്നും നമ്മൾ അവൻ്റെ ആരെന്നും മനസ്സിലാക്കാനുള്ള സമയം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.